നിന്റെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം നിന്നെ നന്മകളാൽ നിറച്ചത്, നിന്റെ ജീവിതത്തിൽ സമൃദ്ധി നൽകിയത്, ഉണ്മാനും ഉടുപ്പാനും നൽകിയത് നിന്റെ അകത്ത് ഒരു മനസ്സാന്തരം ഉണ്ടാകേണ്ടതിനാണ്. നിന്റെ സ്വഭാവം മാറേണ്ടതിനാണ്, നിന്റെ ചിന്താഗതി മാറേണ്ടതിനാണ്, നിന്റെ നിരൂപണങ്ങൾ മാറേണ്ടതിനാണ്. ദൈവത്തിൻ്റെ ദയ ഒരു മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ ഞാൻ ചോദിക്കട്ടെ, കരുണയുള്ള ദൈവം, ദയയുള്ള ദൈവം തൻ്റെ ദയയാൽ, തൻ്റെ കരുണയാൽ, തൻ്റെ മനസ്സലിവിനാൽ എത്രയോ നന്മകൾ നിനക്ക് നൽകി. ഉണ്മാനും ഉടുപ്പാനും നൽകി, ഉച്ഛ്വാസത്തിനായി ശ്വാസം നിനക്ക് നൽകി, ആരോഗ്യമുള്ള ശരീരം നൽകി, നല്ല കുടുംബം നൽകി. ഇന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രത്തോളം നിന്നെ കൊണ്ടുവന്നോ. ഇതിൻ്റെ എല്ലാം പിമ്പിൽ ദൈവം എന്തായിരുന്നു ആഗ്രഹിച്ചതെന്നറിയാമോ? അവൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കണം. അവൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കണം. ദൈവത്തിൻ്റെ ദയക്ക് രണ്ട് തലമുണ്ട് കേട്ടോ. ഒന്ന്, ദൈവത്തിൻ്റെ ദയ ഭൗമിക തലത്തിലാണ്, അവൻ ഉണ്മാനും ഉടുപ്പാനും തരും. എന്നാൽ അതിനപ്പുറമായൊരു ദൈവത്തിൻ്റെ ദയയുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 14-ാം അധ്യായം 23-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സഭയൊക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാദൃശ്ചിക അവിടെ എന്ത് ചെയ്തു എന്നറിയാമോ? ആമേൻ. എല്ലാവരും 24-ാം വാക്യം, എല്ലാവരും ഇങ്ങനെ അന്യഭാഷകളിൽ സംസാരിക്കുകയോ പ്രവചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാ യാദൃശ്ചിക ഒരുത്തൻ എന്ത് ചെയ്തെന്നറിയാമോ? അവരുടെ അവിശ്വാസിയും ആത്മവിവരമില്ലാത്തവനുമായ ഒരുത്തൻ അകത്തു കയറി വന്നു. സ്തോത്രം. അകത്തു കയറി വന്നു കഴിഞ്ഞപ്പോൾ ആ സഭയ്ക്കകത്ത് വ്യാപരിച്ച ദൈവാന്തരീക്ഷത്തിനകത്ത് എന്ത് സംഭവിച്ചെന്നറിയാമോ? അവന് മാനസാന്തരമുണ്ടായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നാമൊക്കെ ദൈവാലയത്തിൽ കടന്നു വരുമ്പോൾ ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വരിക. ആമേൻ. എന്താ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വരുന്നത്? നമ്മളൊക്കെ വിശുദ്ധന്മാരായിട്ടാണോ? നമ്മുടെ കീബോർഡിൻ്റെ സൗണ്ട് കൊണ്ടാണോ? നമ്മുടെ ലൈറ്റിംഗ് സിസ്റ്റം കൊണ്ടാണോ? നമ്മുടെ മൈക്കിൻ്റെ വാട്ടേജ് കൊണ്ടാണോ? പിന്നെ എന്താണ്? ദൈവസാന്നിധ്യത്തിൽ പലപ്പോഴും ഇരുന്നപ്പോൾ ശക്തമായ ദൈവസാന്നിധ്യമുണ്ടായി. ദൂതുകൾ കേൾക്കാൻ തുടങ്ങി, പ്രവചനങ്ങൾ വെളിപ്പെടാൻ തുടങ്ങി, ദൈവാത്മാവ് നമ്മളോട് ഇടപെടാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ പറയാം, 1000 കോടിയുടെ സമ്പത്തിനെക്കാട്ടിലും വലിയ ദയ എളിയവരും ദരിദ്രരുമായ നമ്മൾ ഇരുന്ന ഇടത്ത് സ്വർഗത്തിലെ ദൈവം തൻ്റെ സാന്നിധ്യം ഇറക്കിയതാണ്. ഏറ്റവും വലിയ ദയ. എന്തിനാണ് ദൈവം ഇതൊക്കെ ചെയ്തത്? നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളിൽ, നമ്മുടെ രാത്രി പ്രാർത്ഥനകളിൽ, നമ്മുടെ സഭാരാധനകളിലൊക്കെ സ്വർഗത്തിൽ ദൈവം ഇറങ്ങി വന്നില്ലേ? ഇറങ്ങി വന്ന് കൃപ പകർന്നില്ലേ? കൃപാവരം പകർന്നില്ലേ? പരിശുദ്ധാത്മാവ് നമ്മളെ വിവശതയിൽ കൊണ്ടുപോയില്ലേ? വലിയ ദൈവ സാന്നിധ്യം അനുഭവിച്ചില്ലേ? അപ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുകയായിരുന്നു, ഞാൻ ദയ തോന്നി അവൻ്റെ അടുക്കൽ ഇറങ്ങിച്ചെന്നാൽ എൻ്റെ ദയ അവനെ മാനസാന്തരത്തിലേക്ക് നടത്തോ. അതാണ് ദൈവസഭയുടെ ശക്തി, അതാണ് ദൈവസഭയുടെ ശ്രേഷ്ഠത. ദൈവസഭയ്ക്കകത്ത് എളിയവൻ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവസാന്നിധ്യം ഇറങ്ങോ. അത് ദൈവത്തിൻ്റെ ദയയാണ്. ആ ദയ മാനസാന്തരത്തിലേക്ക് കൊണ്ടുപോകുക. ഒന്ന്, ദൈവം മാനസാന്തരപ്പെടുവാൻ ഒരു സമയം തരുന്നു. 2, ദൈവം മാനസാന്തരപ്പെടുവാൻ ആമേൻ നമ്മളോട് ദയ കാണിക്കുന്നു. 3, ദൈവം മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണ തൻ്റെ വചനത്തെ നൽകുകയാണ്. തൻ്റെ വചനത്തെ. എൻ്റെ സഹോദരങ്ങളെ, ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 32-ാം വാക്യം, ലൂക്കോസ് 11:32, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിനവേക്കാർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. നിനവേക്കാർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടു. നിനവേക്കാർ എങ്ങനെയാണ് മാനസാന്തരപ്പെട്ടത്? യോന എന്ന ഒറ്റ മനുഷ്യൻ്റെ പ്രസംഗം കേട്ട്. ആമേൻ. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ്, യേശു കർത്താവ് മരണത്തിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റോ. 50-ാം നാൾ താൻ സ്വർഗാരോഹണം ചെയ്തോ. 40-ാം നാൾ താൻ സ്വർഗാരോഹണം ചെയ്തോ. തൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ 10-ാം ദിനം, അത് പെന്തക്കോസ്ത് ദിനമാണ്. ആ പെന്തക്കോസ്ത് നാളിൽ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയുണ്ടായി. ആ പകർച്ചയിൽ പത്രോസ് എന്ന് പറയുന്ന അപ്പോസ്തലൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. 3000 പേർക്ക് മാനസാന്തരം ഉണ്ടായി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവവചനം
ദൈവവചന പ്രഘോഷണത്തിനൊരു ശക്തിയുണ്ട്. ഒരു മനുഷ്യന്റെ ഹൃദയത്തെ മാനസാന്തരപ്പെടുത്തുവാൻ. നരഭോജികളായിരുന്ന മനുഷ്യനെ നരസ്നേഹിയാക്കി തീർത്തത് ദൈവവചന പ്രഘോഷണമാണ്. ലക്ഷോപലക്ഷം മനുഷ്യരെ ആത്മഹത്യയിൽ നിന്ന് വിടുവിച്ചത് ദൈവവചന പ്രസംഗമാണ്. മനുഷ്യന്റെ തകർന്ന മനസ്സിനകത്ത് പ്രതീക്ഷ നൽകിയത് ദൈവവചന പ്രസംഗമാണ്. ആമേ, ഇന്ന് രാത്രി ഞാൻ ഏറ്റവും അഭിമാനിക്കുന്നു, എൻ്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്ത് ഒരു സുവിശേഷ പ്രസംഗികനാക്കി തീർത്തതിൽ. കാരണം ലോകത്തിലേറ്റവും മനുഷ്യനെ നന്മയുള്ളവനാക്കുവാൻ കഴിയുന്നത്, ലോകത്തിലേറ്റവും മനുഷ്യനെ ജയശാലിയാക്കുവാൻ കഴിയുന്നത്, ലോകത്തിലേറ്റവും മനുഷ്യനെ നന്മയിലേക്ക് തിരിക്കുവാൻ കഴിയുന്നത് അത് ദൈവവചന പ്രഭാഷണത്തിനാണ്. യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ നിനവയുടെ പട്ടണം വലിയ നാശത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. അപ്പം യോനയുടെ പ്രസംഗം മാനസാന്തരത്തെ നൽകിയോ അതോ ആ പട്ടണത്തിന് രക്ഷയെ നൽകിയോ? ഞാനത് സാവകാശത്തിലേക്ക് കടന്നു വരാം. ഇന്ന് രാത്രി ആമേൻ, പലർക്കും പലയിടങ്ങളിലോ നിരന്തരമായി കൺവെൻഷനുകൾ നടക്കുന്നു, വഴിനീളം മൈക്കുകൾ വെച്ച് കെട്ടുന്നു. എന്തിനായി കാശൊക്കെ ഇങ്ങനെ പൊട്ടിക്കുന്നത്? ആമേ, വല്ല സിനിമാ പാട്ടാണോ, വല്ല ഡ്രാമയാണോ, വല്ല നാടകമാണോ, നല്ല മിമിക്സ് പരേഡാണോ? ഇതുവല്ലോ ആയിരുന്നെങ്കിൽ നമുക്ക് വല്ലതും പ്രയോജനം ഉണ്ടായിരുന്നേനെ. സ്നേഹിത, മിമിക്സ് പരേഡിന് നിനക്ക് മാനസാന്തരം വരുത്താൻ കഴിയത്തില്ല. ആമേ, ഡാൻസിനും മിമിക്രിക്കും നിനക്ക് മാനസാന്തരം വരുത്താൻ കഴിയത്തില്ല. പക്ഷേ കർണരസകരമാകുമാറുള്ള മിമിക്സ് പരേഡിനും മിമിക്രിക്കും അപ്പുറം ഞങ്ങൾ പ്രസംഗിക്കുന്ന ഞങ്ങളുടെ പ്രസംഗത്തിന്, ഞങ്ങളുടെ സുവിശേഷത്തിന് നിന്റെ ജീവിതത്തെ തൊടാൻ കഴിയും, നിന്റെ ഹൃദയത്തെ തൊടാൻ കഴിയും, നിന്റെ വിഷയങ്ങളെ തൊടാൻ കഴിയും. സ്തോത്രം. അപ്പോൾ ദൈവം മാനസാന്തരത്തിനായി എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ദൈവം മാനസാന്തരത്തിനായി തൻ്റെ വചനത്തെയോ പ്രസംഗത്തെയും നൽകുകയാണ്. അതുകൊണ്ട് യേശു കർത്താവ് ശിഷ്യന്മാരെ ഭൂമിയിലേക്ക് നിയോഗിച്ചയക്കുമ്പോൾ എന്താണ് പറഞ്ഞതെന്നറിയാമോ? നീ അവരോട് പോയി ദൈവരാജ്യത്തെ സുവിശേഷിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ദൈവരാജ്യം പ്രസംഗിക്കുക എന്നുള്ളതാണ്. എൻ്റെ സഹോദരങ്ങളെ, അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ കയറാം. ദൈവം ഒരു മനുഷ്യൻ്റെ മാനസാന്തരത്തിന് നൽകുന്ന നാലാമത്തെ വിഷയം. ആമേൻ, ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ദൈവം ഒരു മനുഷ്യൻ്റെ മാനസാന്തരത്തിനായി നൽകുന്ന നാലാമത്തെ വിഷയം അതിങ്ങനെയോട് തിരുവെഴുത്ത് പറയുന്നത്, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം മാനസാന്തരത്തെ ഉളവാക്കുന്നു. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം മാനസാന്തരത്തെ ഉളവാക്കുന്നു. അപ്പോൾ മനുഷ്യന് മാനസാന്തരം ഉണ്ടാകുവാൻ ദൈവം ചില വേളകളിൽ എന്തോ ചെയ്യുമെന്നറിയാമോ? ചില ദുഃഖങ്ങളെ നൽകും, ചില സങ്കടങ്ങളെ നൽകും. അത് രക്ഷയുടെ 7 പടികൾക്കകത്തുള്ള സംഗതിയാണ്. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രി ഞാൻ പറയാം. എൻ്റെ സഹോദരങ്ങളെ, ദൈവഹിതപ്രകാരമായ ദുഃഖം. യോശുവ എന്ന മനുഷ്യനെ നമുക്കറിയാം. ഇസ്രായേൽ മിസ്രൈമിലെ 400 സംവത്സരത്തെ പ്രവാസകാലത്തിനപ്പുറം മോശ എന്ന മനുഷ്യൻ്റെ നേതൃത്വത്തിൽ പുറപ്പെടുമ്പോൾ മോശയുടെ ശിഷ്യനായി നിന്ന ആളാണ് യോശുവ. പിന്നീട് നെബോ എന്ന പർവ്വതത്തിൽ മോവാബ് സമഭൂമിയിൽ വെച്ച് മോശ എന്ന മനുഷ്യൻ മരണം വഴിയായി ഇസ്രായേലിൻ്റെ കളത്തിൽ നിന്ന് മാറുമ്പോൾ ആ നിയോഗം ഏറ്റെടുത്ത് വാഗ്ദത്ത ദേശത്തിലേക്ക് ഇസ്രായേലിനെ കൊണ്ടുപോയ അവരുടെ ന്യായാധിപനായിരുന്നു യോശുവ എന്ന മനുഷ്യൻ. ഈ യോശുവ എന്ന മനുഷ്യൻ എരിഹോവ് എന്ന വലിയ പട്ടണത്തിൻ്റെ മതിൽക്കെട്ടുകളെ, പർവ്വതം പോലെ നിന്ന മതിൽക്കെട്ടിനെ ഒരൊറ്റ വാള് കൊണ്ട് വെട്ടാതെ, ഒരൊറ്റ അമ്പെയ്യാതെ, ഒരൊറ്റ യുദ്ധമുനെ ഉപയോഗിക്കാതെ ആമേൻ മൗനമായി നടന്ന് ആരാധിച്ചതിനെ തകർത്ത് ഭൂമിയുടെ അധോഭാഗത്തിൽ ഇറങ്ങിക്കളഞ്ഞ് എരിഹോവിനെ പിടിച്ചെടുത്ത മനുഷ്യനാണ്. ആമേൻ, മഞ്ഞുകാലത്ത് ഹെർമോൻ പർവ്വതത്തിൽ നിന്ന് ഉരുകിയൊഴുകുന്ന മഞ്ഞിനകത്ത് കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ നദിയുടെ തീരത്ത് ആമേൻ തന്നോടുകൂടെയുള്ള പുരോഹിതന്മാരെ ഇറക്കി നിർത്തി ആ യോർദാനിലെ ഒഴുക്കിനെ പിടിച്ചു നിർത്തിയ മനുഷ്യനാണ് യോശുവ. എന്നാൽ യോശുവ എന്ന മനുഷ്യൻ തൻ്റെ യാത്രയിൽ ഹായി എന്ന പട്ടണത്തിന് സമീപത്തെത്തി. ഹായി എന്ന പട്ടണത്തിന് സമീപത്ത് കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന യുദ്ധത്തിൻ്റെ പോർവിളികളെ കേട്ട് യോശുവയുടെ അടുക്കൽ ഒരു കൂട്ടർ വന്നിട്ട് പറഞ്ഞു, എരിഹോവിനെ തകർത്തതോർത്താൽ, യോർദാനെ കടന്നതൊക്കെ ഓർത്താൽ നമ്മുടെ ജീവിതത്തിൽ ഹായി വലിയ കാര്യമൊന്നുമല്ല. വെറും 3000 പേര് പോയി കഴിഞ്ഞാൽ ഹായിയെ കീഴടക്കിയിട്ട് വരാം. എന്നാൽ യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം ആമേൻ ഹായി പട്ടണത്തിൻ്റെ യുദ്ധം പറയുമ്പോൾ അതിൻ്റെ 1-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എന്നാൽ
ഇസ്രായേൽ മക്കൾ ശപഥാർപ്പിത വസ്തു സംബന്ധിച്ച് ഒരു അകർത്യം ചെയ്തു. അകർത്യത്തിന് ശേഷം യുദ്ധത്തിന് പുറപ്പെടുകയാണ്. 3000 പേർ യുദ്ധത്തിന് പോയി. അവർ തോറ്റ് തുന്നം പാടി പരാജയപ്പെട്ട് മടങ്ങി വരികയാണ്. യോശുവയെ ദൈവം വിളിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, യോശുവ, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ഒരു മനുഷ്യന് നിനക്കെതിരായി നിൽക്കത്തില്ല. ഇത് കേട്ടാണ് പുള്ളി ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയത്. വാഗ്ദത്തം എന്തായിരുന്നെന്നറിയാമോ? ഒരു മനുഷ്യൻ പോലും നിനക്കെതിരായി നിൽക്കത്തില്ല. പക്ഷേ 7-ാം അധ്യായം വന്നപ്പോഴത്തേക്ക് ദാണ്ട് കിടക്കുന്നു. യുദ്ധത്തിൽ പരാജയപ്പെട്ട യോശുവ നിലമ്പാട് വീണ് കരയാൻ തുടങ്ങി. നിലമ്പാട് വീണ് കരഞ്ഞ യോശുവയെ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, യോശുവ, നീ കരയണ്ട, നീ എഴുന്നേൽക്ക്. നിന്റെ ജീവിതത്തിൽ ഒരു പരാജയം നേരിട്ടതിൻ്റെ കാരണം ഇസ്രായേലിൻ്റെ നടുവിൽ ഒരു പാപമുണ്ട്. ആ പാപം കഴുകിക്കളയുവാൻ, ആ പാപത്തിൽ നിന്നൊരു മാനസാന്തരത്തിന് വേണ്ടിയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദര, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ കൂടപ്പിറപ്പേ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ജീവിതത്തിൽ ചില പരാജയങ്ങൾ വന്നത് കെട്ടിഞ്ഞാന്ന് ചാകാനല്ല കേട്ടോ, എലിവിഷം മേടിച്ച് ജീവിതം തീർക്കാനല്ല. നിന്റെ പരാജയങ്ങളുടെ പിമ്പിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നീ ഒന്ന് മാനസാന്തരപ്പെടണോ? എവിടെയാ നീ പരാജയപ്പെട്ടത്? കുടുംബത്തിലാണോ പരാജയപ്പെട്ടത്? തൊഴിലിലാണോ പരാജയപ്പെട്ടത്? വിദ്യാഭ്യാസത്തിലാണോ പരാജയപ്പെട്ടത്? കർമ്മപദത്തിലാണോ പരാജയപ്പെട്ടത്? സമൂഹത്തിലാണോ പരാജയപ്പെട്ടത്? നീ എവിടെയെങ്കിലും തോറ്റുപോയോ? ഇന്ന് രാത്രി നിന്റെ തോൽവിയെ നന്മയാക്കി തീർക്കുവാൻ കഴിയോ? ഹായിലെ പരാജയത്തിൽ നിന്ന് ഇസ്രായേൽ ഒരു മാനസാന്തരത്തിലേക്ക് കയറി. ഇന്ന് രാത്രി ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയവരാരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ രാത്രി ഞാൻ സ്നേഹത്തോടെ വിളിച്ചു പറയുകയാണ്, ഈ പരാജയം ഒരു മാനസാന്തരമായി മാറട്ടെ. ഈ പരാജയം ഒരു മാനസാന്തരമായി മാറട്ടെ. പരാജയത്തെ മാറ്റുവാനുള്ള ഒന്നാമത്തെ പടി മാനസാന്തരമാണ്. ശിംശോൻ എന്ന മനുഷ്യൻ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടോ, ശരീരത്തിൻ്റെ ബലം നഷ്ടപ്പെട്ടോ, ഇടതൂർന്ന മുടിയും സൗന്ദര്യവും നഷ്ടപ്പെട്ടോ, കെട്ടപ്പെട്ടവനായി ഇരിക്കുന്ന വേള, പക്ഷെ അവിടെ ഇരുന്ന് താൻ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നോ. നിമിഷാർദ്ധങ്ങൾക്കുള്ളിൽ തന്നെ ബന്ധനസ്ഥനാക്കിയ ആ വലിയ മാളികയെ താൻ വലിച്ചു താഴെയിട്ടോ. ഇന്ന് രാത്രി നിന്റെ സകല പരാജയങ്ങളോ മാനസാന്തരം എന്ന ഒറ്റ അനുഭവത്തിനകത്ത് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് ആലോചന പറയുമ്പോൾ, ഇന്ന് രാത്രി ആ മാനസാന്തരത്തിന് വേണ്ടി നിന്റെ ഹൃദയത്തെ ഒന്ന് കൊടുക്കാമോ? ഞാൻ ഒരിക്കൽ കൂടെ ചോദിക്കുക, നിന്റെ വിദ്യാഭ്യാസത്തിലാണോ പരാജയപ്പെട്ടത്? നിന്റെ കുടുംബജീവിതത്തിലാണോ പരാജയപ്പെട്ടത്? നിന്റെ സാമ്പത്തിക മേഖലയിലാണോ പരാജയപ്പെട്ടത്? നീ എവിടെ തോറ്റുപോയവനാകട്ടെ, ഈ രാത്രി സ്വർഗം നിനക്കൊരവസരം തരികയാണ്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അത് മാനസാന്തരത്തിലേക്ക് വരട്ടെ. എൻ്റെ സഹോദരങ്ങളെ, പരാജയം മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരണം. ജീവിതത്തിൻ്റെ പരാജയത്തിൽ ആത്മഹത്യ ചെയ്യുകയല്ല, ജീവിതത്തിൻ്റെ പരാജയത്തിൽ കള്ളുകുടിച്ച് തീർക്കുകയല്ല, ജീവിതത്തിൻ്റെ പരാജയം മാനസാന്തരത്തിലേക്ക് കൊണ്ടുപോകട്ടെ. എൻ്റെ സഹോദരങ്ങളെ, പഴയ നിയമ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ മനുഷ്യനാണ് ആമോസ്. ഇസ്രായേലിൻ്റെ ഗതികെട്ട കാലത്ത് ഇസ്രായേലിൻ്റെ നടുവിൽ പ്രസംഗിച്ച പ്രവാചകനാണ്. ആ ആമോസിൻ്റെ കൂടെ ദൈവം പറയുന്ന ചില ഭാഗങ്ങളുണ്ട് കേട്ടോ. ആമോസിന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും നിങ്ങളുടെ എല്ലാ ഇടങ്ങളിലും അപ്പത്തിൻ്റെ കുറവുണ്ടായിട്ടോ നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞില്ല. അപ്പോൾ അപ്പം കുറച്ചപ്പോഴും ദൈവം എന്താ ചിന്തിച്ചത്? ഇവൻ എങ്കലേക്ക് തിരിയണോ. വീണ്ടും അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുകയാണ്, കൊയ്ത്തിന് ഇനി 3 മാസമുള്ളപ്പോൾ ഞാൻ നിങ്ങൾക്ക് മഴ മുടക്കിക്കളഞ്ഞു, എന്നിട്ട് നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞില്ല. അപ്പോൾ കൊയ്ത്തിന് 3 മാസം ഉള്ളപ്പോൾ എന്തോ പെയ്യണോ? പിന്മഴ പെയ്യണോ? പിന്മഴ പെയ്തില്ല. പ്രകൃതി നിനക്ക് പ്രതികൂലമായി. നിന്റെ കൊയ്ത്തിൻ്റെ അകത്ത് കതിരുകൾ മുഴുവൻ എന്ത് ചെയ്തു പോയി? കരിഞ്ഞുപോയി. നിനക്ക് വലിയ നഷ്ടം നേരിട്ടോ. എന്നിട്ട് നീ എന്ത് ചെയ്തില്ല? എങ്കലേക്ക് തിരിഞ്ഞില്ല. നീ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ ഒരു കണ്ടത്തി മഴ പെയ്തു, മറ്റേ കണ്ടത്തി പെയ്തില്ല. എന്നിട്ടും നീ എന്ത് ചെയ്തില്ല? എനിക്ക് മാനസാന്തരപ്പെട്ടില്ല. നിന്റെ കൂടിരുന്ന് പഠിച്ചവൻ പാസ്സായി, നീ പൊട്ടി. നിന്റെ കൂടെ ഇരുന്ന് ഗ്രൂപ്പ് സ്റ്റഡി ചെയ്തവർ രക്ഷപ്പെട്ടു, നീ രക്ഷപ്പെട്ടില്ല. നിന്റെ അതേ ബിസിനസ് ചെയ്തവൻ കയറിപ്പോയി, പക്ഷെ നീ അങ്ങ് എത്തിയില്ല. അങ്ങേ കണ്ടെത്തി മഴ
പെയ്തു, നിന്റെ കതിര് കരിഞ്ഞുപോയി. അമേ, നിനക്ക് സാമ്പത്തിക നഷ്ടം വന്നു, എന്നിട്ടും നീ മാനസാന്തരപ്പെട്ടില്ല. അമേ, വീണ്ടും 8-ാം വാക്യത്തിൽ പറയുകയാണ്, 2-3 പട്ടണങ്ങൾ ഒരു പട്ടണത്തിലേക്ക് വെള്ളം തേടി ചെന്നു, എന്നിട്ടും ദാഹം തീർന്നില്ല. അമേ, ശാരീരികമായി ബലഹീനപ്പെട്ടോ, എന്നിട്ട് നീ എങ്കിലേക്ക് തിരിഞ്ഞില്ല. വീണ്ടും ദൈവം അവിടെ നിന്ന് ഓരോന്നോരോന്നായി പറയുകയാണ്. വിഷമഞ്ഞ് വന്നു, മഹാമാരി വന്നു, വെൺകതിര് വന്നു, തുള്ളൻ വന്നു, പച്ചപ്പുഴു വന്നു, വിട്ടല് വന്നു, സംഹാരങ്ങൾ വന്നു. ജീവിതത്തിൽ ഇത്രയും കഷ്ടം വന്നിട്ട് കുഞ്ഞെ നീയൊന്നും മാനസാന്തരപ്പെട്ടില്ലല്ലോ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിത, ജീവിതത്തിൻ്റെ കഷ്ടതകൾ നിന്നോട് വിളിച്ചു പറയുകയാണ്, നീയൊന്ന് മാനസാന്തരപ്പെടണോ, നീയൊന്ന് മാനസാന്തരപ്പെടണോ. ഇന്ന് രാത്രി സ്വർഗം നിന്നെ വിളിക്കുകയാണ്, ഒന്ന് മാനസാന്തരപ്പെടാമോ? അമേ, വിശുദ്ധ തിരുവെഴുത്തിലെ ഏറ്റവും പ്രാസംഗികർ കോട്ട് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ. ദൈവത്തെ ഇതുപോലെ സ്നേഹിച്ച മനുഷ്യൻ, ദൈവത്തെ ഇതുപോലെ ആരാധിച്ച മനുഷ്യൻ, ഇതുപോലെ ദൈവത്തെ വിശ്വസിച്ച മനുഷ്യൻ. ചെറുപ്രായം തുടങ്ങി കുടുംബത്തിലെ ഒറ്റപ്പെടലും കൊണ്ടോ, കുടുംബത്തിൻ്റെ ഏകാന്തത കൊണ്ടോ, ജീവിതത്തിൻ്റെ നിന്ന കൊണ്ടോ താൻ ദൈവത്തെ ആശ്രയമാക്കിയിരുന്ന മനുഷ്യൻ. എന്നാൽ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലൊരു പാപം സംഭവിച്ചോ. സന്ധ്യമയങ്ങനെ നേരത്ത് കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു പാപം സംഭവിച്ചോ. ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? അവനെ ഒരു മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരണോ, അവനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരണോ. ദൈവം എന്താ ചെയ്തതെന്നറിയാമോ? അന്ന് അവൻ ഒരു സ്ത്രീയുമായി കയറി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടോ. ആ ശാരീരിക ബന്ധത്തിൽ ആ സ്ത്രീ ഗർഭവതിയായി തീർന്നോ. ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? വേണമെങ്കിൽ അതൊന്ന് അബോർട്ട് ചെയ്ത് കളയാമായിരുന്നു. അബോഷനായിരുന്നെങ്കിൽ ദാവീദ് പറഞ്ഞേനെ, ദൈവം എൻ്റെ മാനം രക്ഷിച്ചെന്ന്. ഇരുചെവി അറിയാതെ ആ വിഷയം ഒതുക്കിയനെ. പക്ഷെ ദൈവം ദാവീദിന്റെ മാനം രക്ഷിച്ചില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, പലയിടങ്ങളിലും ദൈവം നിന്റെ മാനം രക്ഷിക്കാത്തത് നീ ഒന്ന് മാനസാന്തരപ്പെടേണ്ടതിന് വേണ്ടിയാ. അവൻ തനിക്ക് പ്രിയമുള്ളവരെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നു. പലരും എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ, എൻ്റെ കൂട്ടുകാരൊക്കെ എന്തോ ഒരു കുഴപ്പം കാണിച്ചാലും ഒരു കുഴപ്പമില്ല, ഞാൻ എന്തെങ്കിലും അവർ ചെയ്യുന്നതിൻ്റെ 100-1 കാണിച്ചാൽ അന്ന് എനിക്ക് പണി കിട്ടും. ഇതെന്തോ ഒരു കാര്യമാണ് കർത്താവേ എന്ന് എപ്പോഴും ചിന്തിച്ചു. എന്നാൽ പിൽക്കാലത്താണ് എനിക്ക് മനസ്സിലായത്, അവൻ തനിക്ക് പ്രിയമുള്ളവരെ ശിക്ഷിക്കുകയോ ശാസിക്കുകയും ചെയ്യുന്നു. അവൻ്റെ കണ്ണുകൾ എല്ലായ്പ്പോഴും എൻ്റെ മേലിരിക്കുന്നു. അവൻ്റെ ദൃഷ്ടി എങ്കിൽ നിന്ന് എടുത്തു കളയാതിരിക്കുന്ന യഹോവ അവൻ വാഴ്ത്തപ്പെട്ടവൻ കേട്ടോ. അപ്പൊ ദാവീദിന്റെ അടുക്കൽ സ്വർഗം പറഞ്ഞോ, കുഞ്ഞ് മരിച്ചു പോകും. ദാവീദ് ചിന്തിച്ചോ, അബോട്ടായി പോയി കഴിഞ്ഞാൽ ആരും അറിയത്തില്ലല്ലോ. ഇല്ല, അങ്ങനെയല്ല. പ്രസവിച്ച് നാട്ടുകാരറിയും, നിനക്ക് അവിഹിതത്തിൽ ഒരു കുഞ്ഞുണ്ടായെന്ന് നാട്ടുകാരറിയും. എന്നിട്ട് നീ നാട്ടുകാരുടെ എല്ലാം മുമ്പിൽ ആ കുഞ്ഞിനെ കൊണ്ടുപോയി ശവം അടക്കുകയും ചെയ്യും. ദാവീദേ, നിനക്ക് വേദനയുണ്ടാകും, നിനക്ക് നിന്ദയുണ്ടാകും, നിനക്ക് കഷ്ടതയുണ്ടാകും. ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ദാവീദിന്റെ ജീവിതത്തിൽ, ദാവീദിന്റെ കുടുംബത്തിൽ രോഗം കയറി വന്നു, മരണം കയറി വന്നു. പക്ഷേ ദാവീദ് അതിന്റെ മുമ്പിൽ എന്ത് ചെയ്തെന്നറിയാമോ? ദാവീദ് ദൈവത്തിന്റെ മുമ്പാകെ ഇരുന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഈ എൻ്റെ ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പകരണമേ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുക, കുഞ്ഞ് മരിച്ചുപോയ ഒരു അപ്പം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണോ ഇത്? കുഞ്ഞ് മരിച്ചുപോയ ഒരു അപ്പൻ ഇരുന്ന് പ്രാർത്ഥിക്കുക, അയ്യോ, ഞാൻ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, അകൃത്യത്തിൽ ഞാൻ ഉരുവായി, ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ, എന്നിൽ മറഞ്ഞിരിക്കുന്ന ലംഘനങ്ങളെ പോക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ നിർമ്മലനാകേണ്ടതിന് എന്നെ ഈ സോപ്പ് കൊണ്ട് കഴുകണമേ, എൻ്റെ ഹൃദയത്തെ മാറ്റി നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരതയുള്ള ഒരു ആത്മാവിനെ എന്നിൽ പകരണമേ. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ഇടയിൽ ഒരാൾ തിരുവത്താഴം കഴിഞ്ഞ് കർത്തൃമേശ കഴിഞ്ഞ് പിറ്റേന്ന് മരിച്ചാൽ എന്തോ പറയുമെന്നറിയാമോ? കുടുംബക്കാർ പറയും, അപ്പച്ചൻ്റെ ആഗ്രഹം പോലെ തിരുവത്താഴം എടുത്ത് പിറ്റേന്ന് അപ്പച്ചൻ സ്വർഗത്തിൽ പോയെന്ന്. അപ്പച്ചനോട് ഇഷ്ടമല്ലാത്ത വിശ്വാസി എന്തു പറയുന്നറിയോ? അങ്ങേര് തിരുമേശ എടുത്തപ്പോഴേ എനിക്കറിയാമായിരുന്നോ
ന്യായവിധി വരുമെന്നറിയാമായിരുന്നെന്ന്. ഒരേ വിഷയത്തിന് 2 മാനം കിട്ടും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാ, തിരുവത്താഴം എടുത്തൊരുത്തം മരിച്ചു പോയാൽ ബൈബിൾ എന്താ പറയുന്നതെന്നറിയാമോ? അവൻ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ദൈവം അവനെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ഇന്ന് രാത്രി ജീവിതത്തിൽ കടന്നു വന്ന മരണത്തിന്റെ മുൻപാകെ, രോഗത്തിന്റെ മുൻപാകെ സ്വർഗം നിന്നോട് പറയുകയാണ്, ഇന്ന് രാത്രി അത് നിനക്കൊരു മാനസാന്തരത്തിന്റെ വഴിയാകട്ടെ. അതൊരു മാനസാന്തരത്തിന്റെ വഴിയാകട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പ്രസംഗത്തിലേക്കൊന്ന് കയറി വരുന്നതേ ഉള്ളൂ. എന്നാൽ ഞാൻ ഇന്ന് നേരത്തെ ഇവിടെ വന്നതാണ്. ഞാനിവിടെ വരുമ്പോൾ തന്നെ ഇവിടെ ആലയത്തിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ ആരംഭിച്ചിരുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഏറിയ പങ്ക് ആൾക്കാർ 5:30 ഈ ഹോളിൽ ആരാധനയ്ക്ക് കയറിയതാണ്. ദൂര സ്ഥലത്തു നിന്ന് വന്നിരിക്കുന്നവരുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ മണിയൻ ബാസ് എൻ്റെ ചെവിയിൽ പറഞ്ഞു, സമയം നീണ്ടു പോകല്ലേ, എനിക്ക് ദൂരയാത്ര ചെയ്യേണ്ടവർ ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. ഞാൻ നിങ്ങളുടെ അവസ്ഥകളെ മാനിച്ച് ഒരു ഭാഗം കൂടെ പ്രാർത്ഥിച്ച് ശുശ്രൂഷിച്ച് അവസാനിപ്പിക്കുന്നു. അടുത്ത രാത്രിയും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ. അപ്പോൾ ദൈവം ഒരു മനുഷ്യൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഒന്നാമത് സമയം നൽകുക, രണ്ടാമത് ദൈവം ദയ നൽകുക, മൂന്നാമത് ദൈവം പ്രസംഗകനെയും വചനത്തെയും നൽകുക, നാലാമതായി ദൈവം ദൈവഹിതപ്രകാരമുള്ള ദുഃഖത്തെ നൽകുക. ആമേൻ. അതിനകത്ത് പരാജയങ്ങളുണ്ടാകാം, അതിനകത്ത് സാമ്പത്തിക നഷ്ടമുണ്ടാകാം, അതിനകത്ത് രോഗങ്ങളും മരണങ്ങളും ഉണ്ടാകാം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരാരെങ്കിലും ജീവിതത്തിൻ്റെ തകർച്ചയ്ക്കകത്ത്, താഴ്ചയ്ക്കകത്ത് ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, ഇറ്റ്സ് യുവർ ടൈം ടു റിപ്പന്റ്. ഇത് നിനക്ക് മാനസാന്തരപ്പെടുവാനുള്ള സമയമാണ്. ഇന്ന് രാത്രി ആ മാനസാന്തരം നിന്നെ ദൈവ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോകാം. എൻ്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ മാനസാന്തരത്തിനകത്താണ് അവന് രോഗസൗഖ്യം, അവന് വിടുതലുകൾ ഉണ്ടാകുന്നത്. അവൻ്റെ അവസ്ഥ മാറുന്നത് പാപമോചനത്തിനകത്താണ്. യേശു കർത്താവ് ഒരിക്കൽ കഫർന്നഹൂമിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ 4 ആൾ ചുമന്നുകൊണ്ടുവന്ന് മച്ചുപൊളിച്ച് യേശുവിൻ്റെ മുമ്പിൽ കിടത്തി. യേശു അവൻ്റെ അടുക്കൽ ഒരു ഒറ്റ വാക്ക് പറഞ്ഞ്, എന്താണെന്നറിയാമോ? മകനേ, നിന്റെ പാപങ്ങൾ മോചിച്ച് നൽകിയിരിക്കുന്നു. അവന് പാപമോചനം കിട്ടിയെന്നുള്ളതിൻ്റെ അടയാളം എന്തായിരുന്നു എന്നറിയാമോ? വർഷങ്ങളായിട്ട് കിടക്കയോട് പറ്റി അസ്ഥികളുടെ ബലം നഷ്ടപ്പെട്ട് ഏണിൻ്റെയും ഇടുപ്പിൻ്റെയും ശക്തിയില്ലാതെ കിടക്കയിലായിരുന്ന മനുഷ്യൻ എഴുന്നേറ്റ് ആ കിടക്കയെ ചുരുട്ടി തലയിൽ വെച്ച് നടന്നു പോകുവാൻ തുടങ്ങി. മാനസാന്തരം നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥയെ മാറ്റുന്നതാണ്. ജീവിതത്തിൻ്റെ അവസ്ഥയെ മാറ്റുന്നതാണ്. ആമേൻ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ദൈവം എന്ത് നൽകുന്നു? മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. മത്തായി സുവിശേഷം 11:20, പിന്നെ യേശു തൻ്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവയെ ശാസിച്ചു തുടങ്ങി. അടുത്തത്, കോരസീനേ, നിനക്ക് ഹാ കഷ്ടം, ബേത്സയിദയേ, നിനക്ക് ഹാ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു. അപ്പം മാനസാന്തരത്തിന് വേണ്ടി ദൈവം എന്ത് ചെയ്യുന്നുവെന്നാണ് പറയുന്നത്? അത്ഭുതങ്ങളെ ചെയ്യുകയാണ്. ഇന്ന് രാത്രി നിന്റെ മാനസാന്തരത്തിന് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഈ രാത്രി വിശ്വസിക്കുന്നുവോ യേശു ലോകരക്ഷകനാണെന്ന്? ഈ രാത്രി വിശ്വസിക്കുന്നുവോ സർവ്വ മനുഷ്യൻ്റെയും പാപത്തിൻ്റെ ചുമടൊഴിപ്പാൻ കഴിയുന്നവനാണ് യേശു ക്രിസ്തുവെന്ന്? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ പാപത്തിൻ്റെ ഏത് പടുകുഴിയിലും ആകട്ടെ, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും ആയിരിക്കട്ടെ, ഈ രാത്രി നീ മാനസാന്തരപ്പെടുവാൻ ഒരുക്കമാണെങ്കിൽ അവൻ നിന്റെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ ശക്തനായിരിക്കുന്ന ദൈവമാണ്. ഈ ആരാധനാലയത്തിൻ്റെ പേർ ബെഥെസ്ദ എന്നാണ്. ബെഥെസ്ദ എന്നുള്ളത് ബൈബിളിലെ ഒരു ഭാഗമാണ്. ഈ ബെഥെസ്ദ എന്നുള്ളത് യെരൂശലേമിലെ ഒരു കുളമായിരുന്നു. ബെഥെസ്ദ എന്ന വാക്കിൻ്റെ അർത്ഥം കരുണ എന്നാണ്. അപ്പം ബെഥെസ്ദ കുളം എന്ന് പറഞ്ഞാൽ കരുണയുടെ കുളമെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കരുണയുടെ കുളത്തിന് ചുറ്റും 5 മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു. 5 മണ്ഡപങ്ങൾ എന്ന് പറയുന്നത് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളെ സൂചിപ്പിക്കുകയാണ്. ഇനിയും ഈ ബെഥെസ്ദ കുളം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. യേശു യെരൂശലേമിലെ ഒരു ഉത്സവത്തിൽ ഉണ്ടായിട്ട് യേശു യെരൂശലേമിലേക്ക് കടന്നുപോയി. അടുത്ത വാക്ക് ഇങ്ങനെയാകുന്നു, ആട്ടുവാതിൽക്കൽ ബെഥെസ്ദ എന്നൊരു കുളം ഉണ്ടായിരുന്നു. ആട്ടുവാതിൽ എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷ് ബൈബിളിൽ
ബൈബിളിൽ നിങ്ങൾ വേണേ നോക്കിക്കോ, ഷീപ്പ് മാർക്കറ്റ് എന്നാണ് പറയുന്നത്, ആട്ട് ചന്തയായിരുന്നാണ്. ആമേൻ. എന്ന് പറഞ്ഞാൽ അന്യ സ്ഥലങ്ങളിൽ നിന്ന് ആടുകളെ എന്ത് ചെയ്യുമായിരുന്നോ, ഈ ഈ ഈ യെരൂശലേമിൻ്റെ ആട്ടുവാതിൽക്കലേക്ക് കൊണ്ടുവന്ന് ആടുകളെ വിൽക്കും. അക്കാലത്ത് ആടുകൾക്കും കുഞ്ഞാടുകൾക്കും ഏറ്റവും വില കിട്ടുന്നത് എവിടെയാണെന്നറിയാമോ? യെരൂശലേമിൻ്റെ ആട്ടുചന്തയിലാണ്. കാരണം ഏറ്റവും കൂടുതൽ ആടുകളെ ബലിയർപ്പിക്കുന്നത് യെരൂശലേമിൻ്റെ ദൈവാലയത്തിലാണ്. യെരൂശലേമിൻ്റെ ദൈവാലയത്തിൽ ആടുകൾ ബലിയർപ്പിക്കപ്പെടുക. ഊനമില്ലാത്ത, മുടന്തില്ലാത്ത, കണ്ണുപൊട്ടിയിട്ടില്ലാത്ത, രോമം കൊഴിഞ്ഞിട്ടില്ലാത്ത നല്ല കലയൊത്ത ആടാണെങ്കിൽ ആ ആട് യെരൂശലേമിൻ്റെ മാർക്കറ്റിൽ വിൽക്കപ്പെടുക. അന്യഗ്രാമങ്ങളിൽ എവിടെയെങ്കിലും ഒന്നും രണ്ടും കുഞ്ഞാടുകൾ ജനിക്കുമ്പോൾ അന്ന് തുടങ്ങിയ വീട്ടുകാർക്കൊരു പ്രതീക്ഷയാ, മുട്ടാതെ മുറിയാതെ ഈ ആടിനെ സൂക്ഷിക്കുക. എന്നിട്ട് ഈ ആടിനെ ഒരു പ്രായമെത്തുമ്പോൾ അവർ ചുമന്നുകൊണ്ട് യെരൂശലേമിലെ ആട്ടുചന്തയിലെത്തോ, അവിടെ ഇത് വിൽക്കപ്പെടുക. അവിടെ വരുന്ന ഓരോ മനുഷ്യൻ്റെ അടുക്കലും ചോദിക്കണം, നീ എന്തിനാണ് ആടിനെ മേടിക്കുന്നത്? അവൻ പറയും, ഞാനിതിനെ യെരൂശലേമിൻ്റെ ആലയത്തിൽ യാഗം കഴിക്കാനാണ്. നീ എന്തിനാണ് ഒരു ആടിനെ യാഗം കഴിക്കുന്നത്? ആ മനുഷ്യൻ പറയും, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഞാൻ ഒരു ആടിനെ യാഗം കഴിക്കുകയാണ്. എന്നാൽ ആ പെരുന്നാൾ ദിവസത്തിൽ യേശു ആട്ടിൻ ചന്തയിലേക്ക് കടന്നു പോവുകയാണ്. എന്താണ് യേശു പറയുന്നതെന്നറിയാമോ? മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഈ ആട്ടുചന്തയിൽ വിൽക്കപ്പെടുന്ന ഒരാടുമല്ല കൊല്ലപ്പെടേണ്ടത്. ഇതാ ആട്ടുവാതിൽക്കലേക്ക് അറുക്കപ്പെടേണ്ട യഥാർത്ഥ കുഞ്ഞാട് കയറി വരികയാണ്. അറുക്കപ്പെടേണ്ട യഥാർത്ഥ കുഞ്ഞാട് ആട്ടുവാതിൽക്കലേക്ക് കയറി വന്നോ. ഇതാ ഒരു കുഞ്ഞാട് ആട്ടിൻ ചന്തയിൽ കൂടെ കരുണയുടെ കുളത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആ കരുണയുടെ ബെഥെസ്ദ കുളത്തിന് ചുറ്റും 5 മണ്ഡപങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ വിടുതൽ ആഗ്രഹിച്ച് വരുന്നവനൊന്നും വിടുതൽ കൊടുക്കാൻ കഴിയത്തില്ല, അവന് കാത്തിരിക്കാൻ കഴിയും. ന്യായപ്രമാണത്തിന് വിടുതൽ നൽകാൻ കഴിയാതെ ന്യായപ്രമാണം പോർട്ടിക്കോകളായി, ന്യായപ്രമാണം വെയിറ്റിംഗ് ഷെഡായിട്ട് മനുഷ്യനെ അവിടെ പിടിച്ചിരുത്തിയപ്പോൾ യേശു ന്യായപ്രമാണത്തിന്റെ പോർട്ടിക്കോയുടെ നടുവിലേക്ക് കയറി ചെന്നിട്ട് വിളിച്ചു പറഞ്ഞു, ബെഥെസ്ദ ആ വെള്ളത്തിനകത്തല്ല, ബെഥെസ്ദ ഇതാ ഇവിടെ നിൽക്കുന്ന ഞാനാകുന്നു. ബെഥെസ്ദ കുളമല്ല, ബെഥെസ്ദ ഞാനാകുന്നു. വിടുതൽ വെള്ളത്തിലല്ല, വിടുതൽ വചനത്തിലാണ്. വിടുതൽ വെള്ളത്തിലല്ല, വിടുതൽ വചനത്തിലാണ്. അവിടെ 38 വർഷം രോഗിയായ ഒരു മനുഷ്യൻ കിടക്കുകയാണ്. അവൻ ഒരു കാര്യത്തിന് നിഴലാണ്. എന്താണെന്നറിയാമോ? ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് അവരുടെ മരുഭൂമി പ്രയാണം 38 വർഷമായിരുന്നു. 40 വർഷത്തോടടുക്കുമ്പോഴാണ് അവൻ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുന്നത്. യേശു ബെഥെസ്ദ കുളക്കരയിൽ നിന്ന് 38 വർഷ രോഗിയായവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ പറയുകയാണ്, ന്യായപ്രമാണത്തിന് സുഖപ്പെടുത്താൻ കഴിയാത്ത യഥാർത്ഥ ബെഥെസ്ദ അത് ഞാനാകുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, ആട്ടുവാതിലിനപ്പുറം ഒരു ബെഥെസ്ദയുണ്ട്, മാനസാന്തരത്തിനപ്പുറം ഒരു സൗഖ്യമുണ്ട്. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നു, സ്നേഹത്തോടെ, സഹോദര സ്നേഹത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ മാനസാന്തര, നിന്റെ ജീവിതത്തിന്റെ മാനസാന്തര അത് നിന്റെ ജീവിതത്തിന്റെ സൗഖ്യമാണ്. ആ മനുഷ്യനെ യേശു കർത്താവ് 38 വർഷം രോഗിയായിരുന്ന മനുഷ്യനെ യേശു സൗഖ്യമാക്കി. യേശു വെള്ളത്തിൽ ചാടിച്ചില്ല, യേശു വെള്ളത്തിൽ മുക്കിയില്ല, ഒന്നും ചെയ്തില്ല. യേശു ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകാൻ? നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകാൻ? അവൻ പറഞ്ഞു, കർത്താവ് എനിക്ക് ആരുമില്ല. കർത്താവ് പറഞ്ഞു, നിന്റെ ചരിത്രം എനിക്ക് അറിയണ്ട, നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകാൻ? നിനക്ക് മനസ്സുണ്ടെങ്കിൽ എഴുന്നേര്. അവൻ എഴുന്നേറ്റോ. ആമേൻ. സംഗതി രംഗം വഷളാകുന്നത് കണ്ട് ശബത്തിൽ ആരും പ്രവർത്തിക്കാത്ത ദിവസത്തിൽ പ്രവർത്തിച്ച യേശു കർത്താവിനെതിരെ ജനം തിരിയുന്നതിന് മുൻപേ യേശു അവിടെ നിന്ന് മാറിക്കളഞ്ഞു. ചില ദിവസങ്ങൾക്ക് ശേഷം യോഹന്നാൻ 5:14 ഈ ബെഥെസ്ദ കുളക്കരയിൽ കിടന്ന മനുഷ്യൻ ഇപ്പോൾ ദൈവാലയത്തിൽ നിൽക്കുകയാണ്. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ബെഥെസ്ദ കുളക്കരയിൽ ഒരുത്തൻ യേശുവിനെ കണ്ടാൽ അവൻ പിറ്റേന്ന് ദൈവാലയത്തിൽ നിൽക്കും. ബെഥെസ്ദ കുളക്കരയിൽ ഒരുത്തൻ യേശുവിനെ കണ്ടാൽ അവൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. ബെഥെസ്ദ കുളക്കരയിൽ ഒരുത്തൻ യേശുവിനെ കണ്ടാൽ അവൻ പിറ്റേന്ന് ദൈവാലയത്തിൽ നിൽക്കും. ബെഥെസ്ദ കുളക്കരയിൽ വെച്ച് യേശു പറയാത്ത ഒരു കാര്യം പള്ളിയിൽ വെച്ച് കണ്ടപ്പോൾ അവൻ്റെ അടുക്ക പറഞ്ഞു, സൗഖ്യം കിട്ടി, വിടുതൽ കിട്ടി, എല്ലാം നല്ലതാ. 5:14 അവിടെ യേശു പറയാ,
അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ മേലാൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ ഈ കഴിഞ്ഞ 38 വർഷമായി നീ അലഞ്ഞത് മുഴുവൻ എന്തുകൊണ്ടാണെന്നറിയാമോ? നിനക്ക് മുന്നേറ്റമില്ലാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നീ കിടന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിൻ്റെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണെന്നറിയാമോ? നീ എല്ലാവരും ഒറ്റപ്പെട്ടു പോയത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിൻ്റെ പാപമാണ്. അതിനകത്തുനിന്ന് ദൈവം ഇസ്രായേലിനോടൊരു കാര്യം പറയാ, 38 വർഷമായിട്ട് നിനക്ക് കനാനിൽ കയറാതെ നീ ഇന്നും ഈ മരുഭൂമി കിടന്ന് കറങ്ങുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? നിൻ്റെ പാപമാണ്, നിൻ്റെ മത്സരമാണ്. ഇന്ന് രാത്രി യേശു വിളിച്ചു പറയുകയാണ്, നിൻ്റെ അവസ്ഥകളെ മാറ്റാൻ മാനസാന്തരത്തിന് കഴിയും. ഇന്ന് രാത്രി ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ ചോദിക്കുന്നു, എൻ്റെ ഹൃദയത്തിനകത്തൊരു മാനസാന്തരം ഉണ്ടാകുമോ? ആമേൻ. മാനസാന്തരം അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. മാനസാന്തരം അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നാളെ രാത്രി ഞാൻ വിശദീകരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു, കർത്താവേ എനിക്കൊരു മാനസാന്തരം വേണം. എൻ്റെ ചിന്ത മാറണം, എൻ്റെ ചിന്താഗതി മാറണം, എൻ്റെ സ്വഭാവം മാറണം, എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറണം, എൻ്റെ ക്യാരക്ടർ മാറണം, എൻ്റെ പെർസ്പെക്റ്റീവ് മാറണം, എൻ്റെ വിഷൻ മാറണം. എനിക്കൊരു മാറ്റം വേണം കർത്താവേ. ഇന്ന് രാത്രി അത് എത്ര പേർ ആഗ്രഹിക്കുന്നു? എൻ്റെ ജീവിതത്തിനൊരു മാറ്റം വേണം. ഒരുപക്ഷെ നീ വർഷങ്ങൾക്ക് മുമ്പ് സ്നാനപ്പെട്ടവനായിരിക്കുക. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുൻപ് ഒരു ക്രൂസൈഡിൽ കൈ ഉയർത്തി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവനായിരിക്കുക. ഒരു വർഷം നാളുകൾക്ക് മുന്നമേ നീ കർത്താവിൻ്റെ ഒരു എൻകൗണ്ടർ കിട്ടിയവനായിരിക്കാം. എല്ലാം സത്യമാണ്. പക്ഷേ ഇന്ന് രാത്രി ഹൃദയത്തിൻ്റെ ആഴത്തിലേക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ, നീ ഒന്ന് ഓർത്തു നോക്കിയേ, നിനക്കൊരു മാനസാന്തരം വേണോ? ഇന്ന് രാത്രി എത്ര പേർ പറയുന്നോ എനിക്ക് മാനസാന്തരം വേണോ? യേശു കർത്താവ് ക്ഷമയുടെ ഉപദേശം പഠിപ്പിക്കുമ്പോൾ തൻ്റെ കൂടെ ഉള്ളവരുടെ അടുക്കൽ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? നിന്നോടൊരു സഹോദരൻ പിഴയ്ക്കുകയും ദിവസം 7 പ്രാവശ്യം നിൻ്റെ അടുക്കൽ വന്ന് മാനസാന്തരപ്പെടുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരു ദിവസം എത്ര പ്രാവശ്യം മാനസാന്തരപ്പെടുന്നുവെന്ന് പറയുന്നു? 7 പ്രാവശ്യം. ഇന്ന് രാത്രി ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കർത്താവെ ഞാൻ മാനസാന്തരപ്പെടുന്നുവെന്ന് ഹൃദയത്തിനകത്തുനിന്ന്, അയ്യോ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി കർത്താവെ, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഒന്ന് വായി തുറന്ന് പറഞ്ഞിട്ട് എത്ര നാളായി സഹോദരങ്ങളെ? ഇന്ന് രാത്രി ഞാൻ ചോദിക്കുക, കർത്താവെ എനിക്ക് തെറ്റ് പറ്റിപ്പോയി. ആമേൻ. ഒന്നും വേണ്ട. ആമേൻ. ആത്മാർത്ഥമായിട്ട് ഒന്ന് സോറി പറഞ്ഞിട്ട് എത്ര നാളായി? ഒന്ന് ക്ഷമ ചോദിച്ചിട്ട് എത്ര നാളായി? ആമേൻ. ബസ്സിൽ നിന്ന് അറിയാതെ ഒന്ന് കാല് ചവിട്ടിയാൽ നമ്മൾ സോറി പറയുക. നമ്മൾ ഒരുത്തനെ ഒന്ന് അറിയാതെ തൊട്ടാൽ സോറി പറയുക. ആ സോറി അല്ല ഞാൻ പറയുന്നത്. അതിനപ്പുറം ആമേൻ, ഹൃദയം തൊട്ട ഒരു ക്ഷമ. ആമേൻ. എൻ്റെ ഒരു സ്വഭാവത്തിൽ, എൻ്റെ ഒരു പ്രകൃതത്തിൽ ഞാൻ പറയാം, അറിയാതെ ഒന്ന് കാല് തൊട്ടാൽ ഞാൻ സോറി പറയുക. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ തൊട്ടൊരാളുടെ അടുക്കൽ ഞാൻ ക്ഷമ ചോദിച്ചാൽ ഞാൻ സോറി എന്നല്ല പറയാറ്. ഞാൻ അവരുടെ അടുക്കൽ വായി തുറന്ന് എൻ്റെ ഹൃദയം തൊട്ട് പറയുക, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറയും. ഞാനൊരു വാക്ക് പറയാം സഹോദരങ്ങളെ, നിരന്തരം നമ്മൾ ഹലോ, സോറി, താങ്ക് യു ഇതൊക്കെ പറയുമ്പോൾ അതിന് ആ വാക്കിന് വിലയില്ല കേട്ടോ. പക്ഷേ ഒന്ന് സോറി പറയുന്നതിന് പകരം എന്നോടൊന്ന് ക്ഷമിക്കണം എന്നൊന്ന് പറഞ്ഞേ. ആമേ. നമ്മളൊക്കെ ഇന്ന് ഫോൺ പേയുടെ റെക്കോർഡ് പോലെ നന്ദി ഉണ്ടേ, സോറി ഉണ്ടേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവുകയാണ്. നന്ദി ഉണ്ടേ പോരാ, സോറി ഉണ്ടേ പോരാ, ഹൃദയം തൊട്ട്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ ചോദിക്കട്ടെ, നിൻ്റെ ഭർത്താവിനോട് നീ ഒന്ന് ക്ഷമ ചോദിച്ചിട്ട് എത്ര നാളായി? നിൻ്റെ ഭാര്യയോട് നീ ഒന്ന് ക്ഷമ ചോദിച്ചിട്ട് എത്ര നാളായി? ഞാൻ 2 വ്യക്തികളെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. ആ 2 വ്യക്തികളുടെ അടുക്കൽ ഞാൻ ഒരേ ചോദ്യം ചോദിച്ചോ. ഞാൻ ചോദിച്ചു, ഒരു സ്ത്രീയാണ്. ഞാൻ ചോദിച്ചു, ഇത്രയൊക്കെ സംഭവിച്ചോ, ഒരിക്കലെങ്കിലും നിങ്ങൾ പോയി ക്ഷമ ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചോ. ആ സ്ത്രീ എൻ്റെ അടുക്കൽ ഇങ്ങനെ കാണിച്ചത്, എവിടെയും എത്തിക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. മറ്റൊരു പുരുഷനുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചോദിച്ചോ, ഒരിക്കലെങ്കിലും അവളുടെ അടുക്കൽ നിങ്ങൾ ക്ഷമിക്കണമെന്ന് സോറി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയേണ്ട സാഹചര്യമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ആമേൻ. ഞാൻ അവരെ ഒരുമിച്ചിരുത്തി കൗൺസിൽ ചെയ്തപ്പോൾ ചോദിച്ചു, ഒരിക്കലെങ്കിലും സോറി പറഞ്ഞിട്ടുണ്ടോ? ആ പെൺകുട്ടി എൻ്റെ അടുക്കൽ പറഞ്ഞു, ഞാൻ എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് ക്ഷമ യാചിക്കാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പക്കലെ എല്ലാ തെറ്റിനും ഇദ്ദേഹം എൻ്റെ അടുക്കൽ ഒരു മറുപടിയാണ് പറയുന്നത്, അതങ്ങ് വിട്ടേര്, നീ വേണേ വിട്ടേര്, ഞാനേതായാലും ക്ഷമ ചോദിക്കത്തില്ല. അന്ന് അദ്ദേഹം എൻ്റെ അടുക്ക പറഞ്ഞു, പാസ്റ്റർ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതങ്ങ് വിട്ടേക്കാൻ, ഇവള് പിന്നെയും പിടിച്ചോണ്ടിരിക്കുക, ഇവളുടെ കുഴപ്പമാണ്, ഇവള് പിടിച്ചോണ്ടിരിക്കുന്നതാ.
അവൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അവളുടെ കുഴപ്പമാണോ എന്നല്ല, നിനക്കൊന്ന് ക്ഷമ ചോദിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് രാത്രി ഒരു മാനസാന്തരം നിന്റെ ഹൃദയത്തിൽ കയറിയാൽ അതൊരു വിടുതലായിട്ട് മാറും. യേശു ചോദിച്ചു, പാപങ്ങളെ മോചിച്ചു എന്ന് പറയുന്നതാണോ കിടക്ക എഴുന്നേറ്റ് എടുത്ത് നടക്കുക എന്ന് പറയുന്നതാണോ എളുപ്പം? എളുപ്പം ഏതാണെന്നറിയാമോ? പാപങ്ങളെ മോചിച്ചു എന്ന് പറയുന്നതാ. ഇന്ന് രാത്രി ഇതിനകത്തൊരു മാനസാന്തരം നിൻ്റെ മേൽ റിലീസായാൽ, ആമേൻ, ഒരു മാനസാന്തരം നിൻ്റെ ഹൃദയത്തെ തൊട്ടാൽ അത് നിൻ്റെ ജീവിതത്തിൻ്റെ വിടുതലാണ്. നിൻ്റെ മനം ഒന്ന് തിരിഞ്ഞാൽ മാനസാന്തരം ദൈവത്തിങ്കിലേക്കുള്ള തിരുവ. നാളെ രാത്രി പറയാം, ഇന്ന് രാത്രി പറയട്ടെ, പാപ വഴികളോടൊന്ന് വേർപെട്ട് യേശുവിൻ്റെ കാൽവറിയിലേക്കൊന്ന് കണ്ണുകൾ ഉയർത്താൻ കഴിയുമെങ്കിൽ ഈ രാത്രി നിൻ്റെ വിടുതലിൻ്റെ രാത്രിയാണ്. ഒരു നിമിഷം നിങ്ങളുടെ മുമ്പാകെ ഞാൻ ചില സമയങ്ങൾ നൽകുകയാണ്. അമ്മേ, എനിക്കൊരു ആഴമേറിയ മാനസാന്തരം വേണോ? എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മാറ്റം വേണോ? ആഗ്രഹിക്കുന്നവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ആഗ്രഹിക്കുന്നവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. എഴുന്നേറ്റ് നിന്ന് സ്വർഗത്തിൽ അല്ലേക്ക് കണ്ണുകൾ ഉയർത്തി ഒരു നിമിഷം യേശുവിലേക്ക് നോക്കി പറഞ്ഞാട്ട്, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, രക്ഷിതാവിനെ കാണുക പാപി, നിൻ്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു എന്നുള്ള ഈരടികളെ പാടുമ്പോൾ ഇന്ന് രാത്രികാല എൻ്റെ സഹോദരങ്ങൾ അടഞ്ഞ കണ്ണുകളിൽ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ട്, അപ്പാ, എൻ്റെ ജീവിതത്തിൽ ഇന്നലകളിൽ വന്നുപോയ ഏത് ബലഹീനതയാണെങ്കിൽ, ഏത് പാപമാണെങ്കിൽ, ഏത് പരാജയമാണെങ്കിൽ, ഏത് പിഴവാണെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കണമേ, എന്നോടൊന്ന് ക്ഷമിക്കണമേ. എനിക്കൊരു മാനസാന്തരം വേണം കർത്താവേ, എനിക്കൊരു പാപമോചനം വേണം കർത്താവേ. എൻ്റെ ഹൃദയമൊന്ന് മാറണം കർത്താവേ, എൻ്റെ സ്വഭാവമൊന്ന് മാറണം കർത്താവേ, എൻ്റെ അവസ്ഥയൊന്ന് മാറണം കർത്താവേ. ഇന്ന് രാത്രി സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ഒന്ന് പറഞ്ഞേ, തള്ളുക തള്ളുക കുഞ്ഞേ, നീ നിന്റെ പാപത്തെ ഒന്ന് തള്ള്, കുഞ്ഞേ, നിന്റെ പാപത്തെ നീ ഒന്ന് തള്ള്. ഈ രാത്രി നിന്റെ വിടുതലിൻ്റെ രാത്രിയാ. നിന്നെ ബന്ധിച്ച പാപത്തിൻ്റെ കെട്ട് നിന്നിൽ നിന്ന് അഴിയട്ടെ, നിന്നെ തകർത്തു കളഞ്ഞ പാപത്തിൻ്റെ കെട്ട് നിന്നിൽ നിന്ന് അഴിയട്ടെ, നിന്നെ ഇല്ലാതാക്കിയ ആ പാപത്തിൻ്റെ നുകം നിന്നിൽ നിന്ന് അഴിയട്ടെ. ഈ രാത്രി ആ കാൽവറിയിലേക്ക് നിനക്കൊന്ന് നോക്കാമോ? അവൻ നിന്റെ മാനസാന്തരത്തിന് വേണ്ടി കാൽവറിയിൽ നിനക്ക് വേണ്ടി സംസാരിക്കുകയാണ്. ഇന്ന് രാത്രി ആ കാൽവറിയിലേക്കൊന്ന് കണ്ണുകൾ ഉയർത്തി നിന്റെ മാനസാന്തരത്തിന് വേണ്ടി ഒന്ന് ആഗ്രഹിക്കാമോ?